അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം. അപ്പോൾ നമ്മൾ പള്ളികളിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ജമാഅത്തിൻ്റെ അവസാന സമയമായിട്ടുണ്ടാവും. നമ്മൾ ഉദൂക്ക് ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ കയറുമ്പോഴേക്ക് ഇമാമ തഹിയ്യാത്തിലിരുന്ന് അവസാനത്തെ തഹിയ്യാത്തിൽ ഇരുന്ന് കഴിയാറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇമാമ സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ നമുക്ക് ആ ജമാഅത്ത് കിട്ടും എന്നുള്ളതാണല്ലോ. അപ്പം അതിൽ ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ സലാം വീട്ടുന്നതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും കറക്റ്റ് ഏത് സമയത്താണ്? അതായത് ഒന്നാം സലാം വീട്ടൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം എന്നാണോ? അതല്ല ഒന്നാം സലാം വീട്ടി രണ്ടാം സലാം വീട്ടുന്നതിൻ്റെ ഇടയിലായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ നമുക്ക് ജമാഅത്ത് കിട്ടുന്നതാണോ? അത് എങ്ങനെയാണ് അത് ഇമാമികൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്? ഒന്നാം സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് രണ്ടാം സലാം അവിടെ ചർച്ചയേ ഇല്ല. അതായത് ഇദ്റാക്കുൽ ജമാഅത്ത് നമുക്ക് കിട്ടിയെന്ന് പറയണമെങ്കിൽ ഇമാമിൻ്റെ സലാമിൻ്റെ മുമ്പ് എന്ന് പറയുമ്പം ഇമാം സലാം വീട്ടുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മീമ് അതുവരെ ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഈ വൈകി വന്ന ആൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിരിക്കണം, എന്നാൽ അയാൾക്ക് ജമാഅത്ത് കിട്ടും. ഇതാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളും അതുപോലെ സൈനുദ്ദീൻ മഖ്ദൂമുറുല്ലാഹി ഫത്ഹുൽ മുഈനിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ഇതിൽ വിയോജിപ്പുണ്ട്. റംലി ഇമാമിനെ പോലത്തവരൊക്കെ അവരൊക്കെ പറഞ്ഞ് സലാം വീട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ സലാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണമെന്ന അവരൊക്കെ വാദം. അതല്ലാതെ രണ്ടാം സലാമിൻ്റെ വരെ എന്നുള്ളത് അവരാരും പറഞ്ഞിട്ടില്ല. ഏതായാലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ മാലം യുസല്ലിം സലാം വീട്ടിട്ടില്ലെങ്കിൽ തുടർന്നാൽ സലാം വീട്ടിയിട്ടില്ലെങ്കിൽ എന്നൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞത്. അവിടെയൊക്കെ വിശദീകരണത്തിന് വ്യക്തമായിട്ട് മനസ്സിലാകും ഒന്നാമത്തെ സലാമിൻ്റെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മീമ് വരെ ഉള്ളൂ എന്നുള്ളത്. ഇപ്പം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു എടുത്ത മിൻഹാജിൻ്റെ 124 പേജിലുണ്ടോ വസ്സഹീഹു ഇദ്റാക്കുൽ ജമാഅത്തി മാലം യുസല്ലിം. ഇപ്പം ഇമാമ് സലാം വീട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ജമാഅത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജമാഅത്ത് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാലം യുസല്ലിം സലാം വീട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പം അവിടെ മിൻഹാജൊന്ന് വിശദീകരിച്ചു മഹാനായ ഇബ്നു ഖാസിമുൽ ഖസ്സി റഹിമഹുല്ലാ മിസ്ബാഹുൽ മെഹ്താജിലൂടെ. ഇതിൻ്റെ 1-ാം വാള്യം അവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ സലാമാണ് പരിഗണന, രണ്ടാമത്തെ സലാം അല്ല എന്നുള്ളത്. ഇതിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 369 പേജിൽ തസ്ലീമത്തുൽ ഒന്നാമത്തെ സലാമാട്ടോ പരിഗണന, രണ്ടാം സലാം പരിഗണനയല്ല. ഒന്നാമത്തെ സലാമിൽ തന്നെ വറഹ്മത്തുള്ളാഹി അതൊന്നുമില്ല. അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ മീമ് വരെ ടൈം വരും. അതിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ഇയാളുടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിരിക്കണം. എന്നിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇരിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് ജുമാ അല്ലാത്ത ജമാഅത്ത് നിസ്കാരത്തിലാട്ടോ. ജുമാക്ക് ഇതൊന്നും ബാധിക്കൂല. ജുമാക്ക് റക്അത്ത് തന്നെ കിട്ടണം, അത് വേറെ വിഷയം. ജുമാ അല്ലാത്ത സാധാരണഗതിയിലുള്ള ജുമാ അല്ലാത്ത ജമാഅത്തുകളിലാണ് ഈ ചർച്ചയൊക്കെ. അപ്പൊ അവിടെ ഈ പറയുന്ന മീമ് വരെ ഉള്ളൂ സമയം. അത് കഴിഞ്ഞാൽ അത് പറ്റൂല. അതിന് ശേഷമാണ് ഇയാളുടെ തക്ബീറത്തുൽ ഇഹ്റാം സംഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് ജമാഅത്ത് കിട്ടൂല, ഒറ്റക്ക് നിസ്കരിച്ച കൂലിയേ വരുള്ളൂ എന്നുള്ളത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വ്യക്തമായിക്കൊണ്ട് തുഹ്ഫയിലൊക്കെ പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 2-ാം വാള്യം ഇതിൻ്റെ 410 പേജിലായിട്ട് ഉണ്ടോ യൻതിഖ് ബിൽ മീമി മിൻ അലൈക്കും. ഈ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മീമ് ആ ഉച്ചരിക്കുന്നവരെ ടൈമുണ്ട്. അതിനുള്ളിലായിട്ട് ഇയാളുടെ തക്ബീറത്തുൽ ഇഹ്റാം സംഭവിക്കണം. പിന്നെ ഇമാമോടെ ഇരിക്കണമെന്നൊന്നുമില്ല. അതിന് മഹാനവറുകൾ കാരണം റീസൺ പറഞ്ഞാൽ എന്താ, അന്നഹു ലാ യഖ്റുജു ഇല്ലാ ബിഹി. ഒരു നിസ്കാരത്തിൽ നിന്നും ഒരാൾ പുറത്തു പോവല് അല്ലെങ്കിൽ ആ നിസ്കാരത്തിൽ നിന്നും വിരമിക്കൽ എപ്പോഴാണ്? ഒന്നാമത് സലാം കൊണ്ടല്ലേ. ഒന്നാം സലാം വീട്ടിലോട് കൂടെ നിസ്കാരത്തിൽ നിന്ന് പുറത്തുപോയി, അതുപോലെ തന്നെ ഈ പറയുന്ന നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു എന്ന് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ സലാമും റഹ്മത്തുള്ളാഹി എന്ന് പറയലൊക്കെ എന്താണ്? അതൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ. അതും ചെയ്തില്ല വിചാരിച്ചാൽ നിസ്കാരം സഹിയല്ലാറാൻ പറ്റുമോ? അപ്പൊ അതാണ് അവിടുത്തെ മാനദണ്ഡമായിട്ട് വെച്ചത്. അപ്പോൾ ഈ നിസ്കാരത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോകൽ, നിസ്കാരം വിരമിക്കൽ ഈ 1-ാം സലാമല്ലേ, അതും അസ്സലാമു അലൈക്കും എന്ന് പറയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് മാലം യുസല്ലിം എന്നൊക്കെ പറഞ്ഞ് സലാം വീട്ടുന്നവരെ എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്.
ഇതന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ മുഈനിൽ വ്യക്തമായി കൊണ്ട് പറഞ്ഞു എന്നതും. ഫതുഹുൽ മുഈനിന്റെ 125 പേജിലായിട്ട് മാലം യുസല്ലിം ഇമാമുൻ ഐ മാലം യൻതിഖ് ബിമീമിൻ അലൈക്കും ഫി തസ്ലീമത്തിൽ ഊലാ. കണ്ടോ, ഇമാമ് ഒന്നാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ മീമ് ഉച്ചരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കിട്ടിയാൽ ഇയാൾക്ക് ജമാഅത്ത് കിട്ടും. അവിടെ ഇരിക്കണമെന്നൊന്നുമില്ല, കെട്ടിക്കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ ശേഷമാണ് എങ്കിൽ എന്താകൂല, അയാൾക്ക് ജമാഅത്ത് ഉണ്ടാകൂല. നേരെ മറിച്ച് അയാൾ ഒറ്റ നിസ്കാരമായിട്ട് പോവേണ്ടി വരും. അപ്പോൾ രണ്ടാമത്തെ സലാം അത് പരിഗണനയേ അല്ല എന്ന് ബാസബരീൻ റഹിമഹുല്ലാ ഫതുഹുൽ മുഈൻ എന്ന് വിശദീകരിച്ചു. ഈ ആനത്തുൽ മുസ്തഈൻ ഇങ്ങനൊരു അശ്യുണ്ട് ഈ പറയുന്ന ഫതുഹുൽ മുഈൻ, ഈ ആനത്തുൽ മുസ്തഈൻ അതിൽ രണ്ടാമത്തെ സലാം പരിഗണന ഇല്ലട്ടോ എന്ന് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഇതിൻ്റെ 364 പേജിൽ അമ്മ തസ്ലീമത്തു സാനിയ ഫല ഇബറത ബിഹ, രണ്ടാമത്തെ സലാം അവിടെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സലാമിൽ തന്നെ മുഴുവനായിട്ടില്ല റഹ്മത്തുള്ളയൊന്നുമില്ല, അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മീമ് വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഗൗരവമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ചില ആളുകളുടെ ധാരണ എന്താണ്, രണ്ടാമത്തെ സലാമിൻ്റെ അവസാനം വരെ ഉണ്ടാകുമെന്നായിരിക്കും. അപ്പോൾ ഓടി കതച്ച് ധൃതിയിൽ ഓടി വന്ന് എന്നിട്ട് എന്താകും, ഇമാമ് രണ്ടാമത്തെ സലാം വീട്ടുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഈ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അവിടെ ഇരിക്കാനുള്ള വെപ്രാളത്തിലായിരിക്കും ഇയാൾ ഉണ്ടാകുക. അവിടെ ഒരുപാട് അപകടങ്ങൾ പണയുന്നുണ്ട്. ഒന്നിങ്ങനെ ഓടിക്കതച്ചാണ്ട് അല്ലാത്ത ജമാഅത്തിന് വരാൻ തന്നെ പാടില്ല. അത് ജമാഅത്തിൻ്റെ ഈ പറയുന്ന ആദാബിൽ പെട്ടതല്ല, അതിൻ്റെ മര്യാദയിൽ അങ്ങനെയല്ല. വരുന്ന സാവകാശത്തിൽ വരിക, അതിനെ കിട്ടും, അങ്ങനെയാണ്. ഏതായാലും ഇനി വന്നാലോ രണ്ടാമത്തെ ഈ പറയുന്ന ഇമാമിൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെ എങ്ങനെയാണ് ടൈം കിട്ടുന്നത്? ഇല്ല. ഒന്നാമത്തെ സലാമിൽ അലൈക്കും എന്ന് പറയുന്നവരെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലായിട്ട് കെട്ടിക്കിട്ടണമെന്ന് വിചാരിക്കുക. ഇരിക്കണമെന്നൊന്നുമില്ല, ഇരുത്തറ നിൽക്കട്ടെ, ആണ് കെട്ടിക്കിട്ടിയാൽ മതി എന്നാണ്. ഇനി ചില ആളുകൾ എന്താകും, ഇരിക്കുമ്പോഴാണല്ലോ, അപ്പൊ ധൃതിയിൽ ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടും ചെയ്യും ഇരിക്കുകയും ചെയ്യും. ഈ ഇരുത്തൊക്കെ എപ്പോഴേക്കാരം സംഭവിക്കുക? ഇയാളെ കെട്ടലെപ്പോഴാണ് സംഭവിച്ചത്? രണ്ടാമത്തെ സലാമ് ഇമാമ് വീട്ടുന്ന അതിൻ്റെ ഇടയിലായിരിക്കും ഇയാൾ അല്ലാഹു അക്ബർ എന്ന് കെട്ടുക. അവർ കുറഞ്ഞൊരു ടൈം കൂടി ഉണ്ടല്ലോ, അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇയാളെ വിശ്വാസം എന്താണ്? ജമാഅത്തും കെട്ടിയൊക്കെ റാഹത്തായി എന്നാണ്. ഇയാളെ നിസ്കാരം തന്നെ വാത്തിലായി എന്ന് പറയണമെന്ന ഷബ്രാ മല്ലസി റഹിമഹുല്ലൊക്കെ പറയണേ. കാരണം എന്താ, ഈ പറയുന്ന ഇയാൾ രണ്ടാമത്തെ സലാമിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ഈ കെട്ടുന്നത്. ഇത് ഒരു നിലക്കും ഇമാമയുടെ അടുക്കൽ അംഗീകരിക്കുന്നില്ല. കാരണം റംലി ഇമാം പറഞ്ഞ സലാം തുടങ്ങുന്നതിന് മുമ്പേ കെട്ടണം എന്നാ. ഇബ്നു തൈമിയ്യ തങ്ങളാണ് പിന്നെ സലാമിന്റെ മീം ഒന്നാമത്തെ സലാമിന്റെ മീം വരെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് അതും കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സലാമിന്റെ ഇടങ്കിലായിരിക്കും ഇയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇങ്ങോട്ട് ഇരുന്നും ചെയ്ത്. അപ്പൊ ഈ ഇരുത്തം എന്തിലാണ് പെടുത്തുക? നിസ്കാരത്തിൽ ഒന്നിരിക്കൽ നമുക്ക് ഉപകരിക്കണം ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ തുടർച്ച വേണം. നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ തുടർച്ചയല്ല നമുക്ക് ഉപകരിക്കുന്നതാണ് ഒക്കെ ചെയ്യുന്നൊക്കെ. നേരെ മറിച്ച് ജമാഅത്താവുമ്പോൾ തുടർച്ചയുണ്ടാകും. ഇത് ഈ പറയുന്ന ഇയാൾക്ക് ഒറ്റക്ക് ഉപകരിക്കുന്നില്ല ഈ ഇരുത്തം. കാരണം ഇയാളുടെ എവിടെയും ഇത് കൂട്ടാൻ പറ്റുമോ ഈ ഇരുത്തം? ഇല്ല. ഇനി ജമാഅത്തായിട്ട് തുടർന്ന് തുടർച്ചയിൽ പെടുക എന്ന് പറഞ്ഞാൽ തുടർച്ച കിട്ടിയിരിക്കണം അവിടെ. അതിന് ഇയാൾ ജമാഅത്ത് തന്നെ ഇയാൾക്ക് കിട്ടിയിട്ടില്ലല്ലേ. കാരണം രണ്ടാമത് സലാമിന്റെ അടിയിലല്ലേ കൊണ്ടാണ്ട് ഈ പറയുന്ന സലാം ഈ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയത്. അതുകൊണ്ട് ഈ ഇരുത്തം ഹറാമുമാണ്. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോവുകയും ചെയ്യുമെന്ന് നിഹായ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷബ്രാ മല്ലസി റഹിമഹുല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് വലിയ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. ആശത്തുൻ നിഹായുടെ 2-ാം വാള്യം ഇതിന്റെ 168 പേജിൽ ഉണ്ടോ, വയഹ്റുമു അലൈഹിൽ ജുലൂസു, അവിടെ ഇരിക്കൽ ഹറാമാണ്. എന്തേ കാരണം? ലി അന്നഹു കാനൽ മുതാബഅത്തി വഖദ് ഫാതത് ബി സലാമിൽ ഇമാമി ഫഇൻ ജലസ ആമിദൻ ആലിമൻ ബാതലതു സലാത്തു. ഉണ്ടോ, ഇപ്പൊ ഇയാൾക്ക് തുടർച്ച കിട്ടിയിട്ടില്ലല്ലോ. തുടർച്ച കിട്ടണമെങ്കിൽ എപ്പോ വേണം? ഈ സലാം അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മീമിന്റെ മുമ്പിലായിട്ട് ഇയാളുടെ തക്ബീറത്തുൽ ഇഹ്റാം സംഭവിക്കേണ്ടിനി. എന്നാ തുടർച്ച കിട്ടിനി. എന്നാ പിന്നെ ആ ഇരുത്തം ഇരിക്കുന്നതിന് അതിന് കുഴപ്പമില്ല, ആ ഇരുത്തം കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് അയാൾക്ക് തുടർച്ചയിൽ എന്ന് തന്നെ പറയാൻ പറ്റും. നേരെ മറിച്ച് അങ്ങനെ കിട്ടാത്ത ഒരാൾ തുടർച്ചയിലല്ല, ജമാഅത്തിലല്ല, പിന്നെ ഇയാൾ എന്തിനാണ് തുടരേണ്ട ആവശ്യം? അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. എക്സ്ട്രാ ഈ പറയുന്ന ഒരു ഇരുത്തം ഇവിടെ ഒരു ഉപകാരമില്ലാത്തൊരു ഇരുത്തം ഇരുന്നു നിസ്കാരം ബാത്തിലാക്കി കളയും. മറന്നിട്ടാണ്, അറിവില്ലാണ്ടായാലോ ഇൻകാന നാസിയൻ ഔ ജാഹിലൻ ലം തബ്തുൽ, മറന്നിട്ടോ വിവരമില്ലാതെ ആയിക്കഴിഞ്ഞാലൊക്കെ നിസ്കാരം ബാത്തിലാകൂല. അതൊക്കെ വിവരമില്ലാതെ ആയതുകൊണ്ട് എന്ത് എന്നുള്ളൊക്കെ റീസൺ അള്ളാഹിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും. ഇത്രയൊക്കെ പഠിക്കാൻ സൗകര്യമുള്ള ഈ കാലത്ത് എനിക്കറിയില്ല, ഇനി ഒറ്റയടിക്ക് മറുപടി അറിഞ്ഞു പോകാൻ കഴിയുമോ? ചിന്തിക്കണം.
ഏതായാലും അങ്ങനെയുള്ള ഒരാൾക്ക് ഇളവുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ വജിബുൽ ഖിയാമു ഫൗറൻ ഇദാ അലിമ, അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എണീക്കണം. കാരണം ആ ഇരുത്തോൻ്റെ ഇരുത്തല്ലല്ലോ പെട്ടെന്ന്, പിന്നെ എണീക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ഇമാം സലാം വീട്ടിൽ പോയിണ്ടാവും, കുറഞ്ഞൊരു സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ വസ്തുദിലി സഹ്വി ഫി ആഖിരി സ്വലാത്തിഹി, അവന്റെ നിസ്കാരം ഞാൻ അവൻ തുടർന്ന് നിസ്കരിക്കും. 4 റക്കാത്തുള്ള നിസ്കാരമാണ്, 4 റക്കാത്ത് ഒന്നും നിസ്കരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ അവന്റെ നിസ്കാരത്തിന്റെ അവസാനം സഹുവിന്റെ ഒരു സുജൂദ് ചെയ്യുക. എന്തേ കാരണം? അത് സുന്നത്തിന്റെ നിർബന്ധമൊന്നുമില്ല. ലി അന്നഹു ഫഅല മാ യുബ്തിലു അംദുഹു, കണ്ടോ, മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം, ഈ പറയുന്നത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്, മറന്നിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അറിവില്ലാണ്ടെയൊക്കെ ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സഹുവിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഏതായാലും ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമാമിനോട് കൂടെ നമുക്ക് ജമാഅത്ത് കിട്ടി എന്ന് പറയണമെങ്കിൽ, അതായത് ജമാഅത്ത് കിട്ടി എന്ന് പറയണമെങ്കിൽ ഇമാമിൻ്റെ ഒന്നാമത്തെ സലാമിലെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മീമിൻ്റെ ഉച്ചാരണത്തിൻ്റെ മുമ്പായിട്ട് നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാം ഇരിക്കണമെന്നൊന്നുമില്ല. എന്നാൽ അയാൾക്ക് ജമാഅത്ത് കിട്ടും, ഇല്ല ജമാഅത്ത് കിട്ടൂല. ഒറ്റക്ക് നിസ്കരിച്ച രൂപത്തിൽ പോകുമെന്ന ഇബ്നു ജറൈത്ത് തങ്ങളൊക്കെ പറഞ്ഞത്. നേരെ മറിച്ച് ചില ആളുകൾ എന്താവും, രണ്ടാമത്തെ സലാമിൻ്റെ എനിക്ക് കിട്ടി, എല്ലാം കിട്ടി വിചാരിച്ചിരിക്കായിരിക്കും. ഒരിക്കലുമില്ല. ഇനി രണ്ടാമത്തെ സലാമിൽ അവിടെ എവിടെയെങ്കിലാണ് തക്ബീറത്തുൽ ഇഹ്റാം സംഭവിച്ചതെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട, നമ്മളൊന്നും ഇരിക്കാൻ നിൽക്കണ്ട. അവിടെ നമ്മൾ നമസ്കാരമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇമാമ് സലാം വിട്ടി പോട്ടെ വിചാരിക്കുക. അവിടെ ഇരിക്കാൻ പോയാൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞത് സാധാ ജമാഅത്തിലാണ്, ജുമഅക്കല്ല. ജുമഅക്ക് റക്അത്ത് തന്നെ കിട്ടേണ്ടി വരും, അത് വേറെ വിഷയം. ജുമഅ അല്ലാത്ത ജമാഅത്തിലാണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ.